ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ VFAക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും വചനമൊക്കെ എളുപ്പമല്ലേ, പക്ഷേ എപ്പോഴും വചനം എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ട് വരുന്ന ഒരു സെക്ഷനുമാണ് എന്ന ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുകയും ചെയ്യും അല്ലേ. ഒന്ന് പാളിപ്പോയാൽ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആയിപ്പോയാൽ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് വചനം. പക്ഷേ വചനം ഒന്ന് സെറ്റാക്കിയാൽ, ഒരു ക്ലാസ്സൊക്കെ കണ്ടൊന്ന് ഉറപ്പിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് ഈ വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാമത്തിൻ്റെ എണ്ണത്തെ, നാമം എന്ന് പറഞ്ഞാൽ നെയിമിങ് വേർഡ്സ് അല്ലേ, പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നാമത്തിൻ്റെ എണ്ണം, കൗണ്ട്, ആ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന വ്യാകരണ രൂപമാണ് വചനം. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന വ്യാകരണ രൂപമാണ് വചനം അല്ലേ. വചനത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്താണ്? ഏകവചനം, രണ്ടാമത്തതോ ബഹുവചനം. അപ്പം ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് വചനത്തെ നമുക്ക് തിരിക്കാം. ഇനി പേരിൽ ഇപ്പം സംസ്കൃത ഭാഷയിലാണെങ്കിൽ രണ്ട് നാമം ഉണ്ടെങ്കിൽ അവിടെ ദ്വിവചനം എന്ന് പറയും. അപ്പം നമുക്ക് ആകപ്പാടെ രണ്ടേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ എങ്കിൽ ഏകവചനം, ഒന്നിൽ കൂടുതൽ ഇനിയിപ്പോൾ എത്ര വന്നാലും നമുക്ക് എന്ത് തന്നെ? ബഹുവചനം തന്നെ. എന്നാൽ സംസ്കൃതത്തിലാകട്ടെ ഒന്നാണെങ്കിൽ ഏകവചനവും രണ്ടെണ്ണം വരുന്ന ടേം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ അവിടെ ദ്വിവചനം എന്ന് പറയും. എന്ത് പറയും? ദ്വിവചനം. ഇനി ഏകവചനം, നാമം ഒന്നേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ ഏകവചനം എന്ന് പറയുന്നത് അല്ലേ. ഒരെണ്ണമുള്ളത്, അമ്മ, കുട്ടി, പെങ്ങൾ, കൂട്ടുകാരി, പശു, കാള. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പോൾ അത് ഇങ്ങനെ ആക്കി തരാം. പശു, കാള അല്ലേ. അമ്മ, കുട്ടി, പെങ്ങൾ, കൂട്ടുകാരി, പശു, കാള, മരം, പൂവ്, നദി, പുഴ, ഇങ്ങനെ ഒന്നിനെ കുറിക്കുന്നതെല്ലാം ഏകവചനം. പേരുപോലെ തന്നെ നാമത്തിൻ്റെ ഏകത്വത്തെ, അതായത് ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് ഏകവചനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബഹുവചനം? ഒന്നിലേറെ, നാമം ഒന്നിലേറെ ഉണ്ടെങ്കിൽ ഒന്നിലേറെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന വചനരൂപമാണ് ബഹുവചനം. അതായത് നാമത്തിൻ്റെ ബഹുത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുത്വം എന്ന് പറഞ്ഞാൽ തന്നെ മൾട്ടിപ്പിളാണ് അല്ലേ. അങ്ങനെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന വചനരൂപമാണ് ബഹുവചനം. അവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഏകവചനം ബഹുവചനമായിട്ട് മാറുന്നത്? ആർ, കൾ, മാർ തുടങ്ങിയ പ്രധാന പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് ബഹുവചന രൂപം ഉണ്ടാക്കുന്നത്. അമ്മ എന്ന ഏകവചനത്തോടൊപ്പം മാർ ചേർത്താൽ, അല്ലെങ്കിൽ നമുക്കവിടെ മാർ ചേർത്താൽ അമ്മമാർ, സുന്ദരിമാർ. അതുപോലെ കുട്ടിയോടൊപ്പം അൾ ചേർക്കുമ്പം കുട്ടികൾ അല്ലെ, കൾ ചേർക്കുമ്പം കുട്ടികൾ, അർ ചേർക്കുമ്പം കൂട്ടുകാർ, അധ്യാപകർ, അർ ചേർത്താൽ അധ്യാപകൻ, അധ്യാപകരായി. പക്ഷി, പക്ഷികൾ, രക്ഷിതാവ്, രക്ഷിതാക്കൾ. ഇങ്ങനെ അർ, കൾ, മാർ തുടങ്ങിയ തുടങ്ങിയവയൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ, തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അവിടെ ബഹുവചനം കിട്ടുന്നത്. ഇനി ഈ ബഹുവചനത്തെ നമുക്ക് വീണ്ടും മൂന്നായി തരംതിരിക്കാം. അപ്പോൾ ഒന്നുകൂടെ, നാമത്തിൻ്റെ പേരായ ശബ്ദത്തെ എന്തു പറയും? വചനം എന്ന് പറയും അല്ലേ. നാമത്തിൻ്റെ പേരായ ശബ്ദം, പേരായ ശബ്ദമാണ് നാമം. നാമത്തിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന വ്യാകരണ രൂപമാണ് വചനം. വചനത്തെ ഭാഷയിൽ രണ്ടായി തിരിക്കുക, ഏകവചനവും ബഹുവചനവും. ഒന്നേ ഉള്ളൂ എങ്കിൽ ഏകവചനം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം. ഇനി സംസ്കൃതത്തിലാകട്ടെ ഒന്നേ ഉള്ളൂ എങ്കിൽ ഏകവചനവും, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അവിടെ ദ്വിവചനം എന്നും പറയും അല്ലേ. ഇനി നോക്കണേ, അപ്പോൾ ഏകവചനമായി. ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഏകവചനം ഒന്നേ ഉള്ളൂ, അമ്മ, കുട്ടി, പെങ്ങൾ, അങ്ങനെ ഒന്നിനെ സൂചിപ്പിക്കുന്നത്. ഇനി ബഹുവചനം, ഏകവചനത്തോടൊപ്പം അർ, കൾ, മാർ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് അവിടെ ബഹുവചനം കിട്ടുന്നത്. അമ്മമാർ, കുട്ടികൾ, കൂട്ടുകാരികൾ, സുന്ദരിമാർ എന്നിങ്ങനെ അർ, കൾ, മാർ ഒക്കെ ചേരുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ബഹുവചന രൂപം ഉണ്ടാകുന്നത്. ബഹുവചനത്തെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം പുല്ലിംഗമാണോ, അതോ സ്ത്രീലിംഗമാണോ, അതോ നപുംസകലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വചനമാണ് സലിംഗ ബഹുവചനം. അപ്പോൾ സലിംഗം അല്ലേ, ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നതാണ് സലിംഗ ബഹുവചനം.
ഉദാഹരണത്തിന് ഇപ്പം അതായത് ലിംഗഭേദം കൽപ്പിക്കാൻ കഴിയും, എന്നാൽ അതെന്തായിരിക്കണം? അവിടെ ബഹുവചനവും ആയിരിക്കണം. ദേ ആൺകുട്ടികൾ, മിടുക്കന്മാർ, ധീരന്മാർ, അധ്യാപകന്മാർ എന്നിങ്ങനെ കേൾക്കുന്ന മാത്രയിൽ ഒരു കൂട്ടം ആണുങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ആണിനെ കുറിക്കുന്നതാണ്. അങ്ങനെ വരുന്നതെല്ലാം പുല്ലിംഗം എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട് നമുക്കതിനെ എന്തു പറയാം? സലിംഗ ബഹുവചനം. അതുപോലെ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു പെൺ ഗ്രൂപ്പാണ്. പെൺകുട്ടികൾ, പശുക്കൾ, അമ്മമാർ, കൂട്ടുകാരികൾ, അധ്യാപികമാർ, മിടുക്കികൾ എന്നിങ്ങനെ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു പെൺ ഗ്രൂപ്പാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗത്തിൻ്റെ ഗ്രൂപ്പ് അതാണെങ്കിൽ അതും എന്തു തന്നെ? സലിംഗം തന്നെ. അതായത് ഇവിടെ ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? നമുക്കത് വായിക്കുമ്പോൾ ലിംഗം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ലിംഗത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ലിംഗം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സലിംഗ ബഹുവചനം. അപ്പോൾ ഒന്നുകിൽ ഒരു പുല്ലിംഗത്തിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗത്തിൻ്റെ ഗ്രൂപ്പ്, ലിംഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ളത് നപുംസകലിംഗമാണ്. ആൺ ഗ്രൂപ്പും അല്ല, പെൺ ഗ്രൂപ്പും അല്ല, എന്നാലൊരു ബഹുവചന ഗ്രൂപ്പുമാണ്. അങ്ങനെ വരുന്നതിനെ നമ്മൾ നപുംസക ലിംഗം എന്ന് പറയും. ഇതാണ് നപുംസക ലിംഗ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ നമുക്ക് നദികൾ, പുഴകൾ, പൂക്കൾ, മരങ്ങൾ, പുൽമേടുകൾ ഇവയൊക്കെ എന്താണ്? നപുംസകമായതുകൊണ്ട് സലിംഗമാണ്. അപ്പോൾ ഒന്നുകിലൊരു ആൺ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ പറ്റുന്ന ആൺ ഗ്രൂപ്പ് പുല്ലിംഗ രൂപം, അല്ലെങ്കിൽ ഒരു പെൺ ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ പറ്റുന്ന സ്ത്രീലിംഗ രൂപം. ഇതൊന്നും അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത, ആൺ പെൺ ഗ്രൂപ്പുകളെ വേർതിരിച്ചറിയാൻ പറ്റാത്ത നപുംസക ലിംഗരൂപമായാലും അതെന്ത് തന്നെയാണ്? സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനം തന്നെ. ഇങ്ങനെ നാമത്തെ നമുക്ക് കാണുന്ന മാത്രയിൽ തന്നെ അത് പുല്ലിംഗമാണോ, സ്ത്രീലിംഗമാണോ, നപുംസകലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വചനരൂപമാണ് സലിംഗ ബഹുവചനം. അപ്പം സലിംഗ ബഹുവചനത്തിൽ എന്തൊക്കെ കാണും? ആൺ, അതുപോലെ പെൺ, അതുപോലെ നപുംസകം. നപുംസകം ഇതെന്താണ്? ഇതിൻ്റെ ഗ്രൂപ്പായിരിക്കും. ആൺ ഗ്രൂപ്പോ പെൺ ഗ്രൂപ്പോ, ആണോ പെണ്ണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത നപുംസകലിംഗ ഗ്രൂപ്പോ വരുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സലിംഗ ബഹുവചനം. അടുത്തത് നോക്കണേ, അലിംഗ ബഹുവചനം. എന്താണ് അലിംഗ ബഹുവചനം എന്ന് നോക്കാം. നാമത്തിൻ്റെ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വചനരൂപമാണ് അലിംഗ ബഹുവചനം. അതായത് ഉള്ളിൽ പക്ഷേ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദം ഉണ്ടായിരിക്കും. നമ്മൾ ഉള്ളിൽ നോക്കുമ്പോൾ ആൺ ഗ്രൂപ്പും ഉണ്ട്, പെൺ ഗ്രൂപ്പും ഉണ്ട്, എന്നാൽ നമുക്ക് പുറമേ തിരിച്ചറിയാൻ കഴിയേയില്ല. അങ്ങനെ പുറമേ തിരിച്ചറിയാൻ കഴിയാത്ത എന്നാൽ ഉള്ളിലാണ് പെൺ ഭേദം ഉള്ളതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം. ഉദാഹരണമായിട്ട് രക്ഷിതാക്കൾ, മക്കൾ, മലയാളികൾ, ബന്ധുക്കൾ, പ്രജകൾ, നാട്ടുകാർ, മിടുക്കർ, അല്ലേ? അതുപോലെ തന്നെ കുട്ടികൾ. ഇതൊക്കെ ഒരു കോമൺ ഗ്രൂപ്പാണ്, അല്ലേ? അതായത് ഒരു കോമൺ ഗ്രൂപ്പായിരിക്കും, ഒരു കോമൺ ഗ്രൂപ്പ്. എന്നാൽ ഇതിൽ നപുംസകം വരില്ല. നപുംസകം വരുന്നത് എവിടെയാണ്? സലിംഗ ബഹുവചനത്തിലാണ്, അല്ലേ? അതായത് ആൺ ഗ്രൂപ്പോ പെൺ ഗ്രൂപ്പോ നപുംസകമോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് സലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം അങ്ങനെ ആൺ പെൺ ഭേദം നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഉള്ളിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടായിരിക്കും, പുറമെ അതൊരു കോമൺ ഗ്രൂപ്പ് മാത്രമായിരിക്കും. അങ്ങനെ വരുന്ന കോമൺ ഗ്രൂപ്പിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കണേ, ലാസ്റ്റ് വൺ പൂജക ബഹുവചനം. എന്താണ് പൂജക ബഹുവചനം? എന്താണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായ വചനരൂപമാണ് പൂജക ബഹുവചനം. അതായത് കാണുമ്പോൾ ഇതൊരു ബഹുവചനമായിട്ട് തോന്നും, യഥാർത്ഥത്തിൽ ഇതൊരു ബഹുവചനം അല്ല.
കാണുമ്പോൾ ബഹുവചനമായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ബഹുവചനമല്ലാത്ത വചനരൂപങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? പൂജക ബഹുവചനം. എന്തു പറയും? പൂജക ബഹുവചനം. അതായത് ബഹുമാന സൂചകമായി ഭാഷയിൽ ഏകവചനത്തോടൊപ്പം ബഹുവചനം നമ്മൾ അർ, കൾ, മാറൊക്കെ ഉള്ളതിൽ അറും കള്ളും ഏകവചനത്തിൻ്റെ ഒപ്പം പ്രയോഗിക്കുമ്പോഴാണ് പൂജക ബഹുവചനം കിട്ടുന്നത്. ഉദാഹരണത്തിന് വൈദ്യൻ, അർ ചേർത്താൽ എന്തായി? വൈദ്യർ. സ്വാമി ഏകവചനമാണ്, അതിൻ്റെ ഒപ്പം കൾ ചേർത്താൽ സ്വാമികൾ. ഭാഗവതൻ, ഭാഗവതർ. പത്രാധിപൻ, പത്രാധിപർ. ശാസ്ത്രി, ശാസ്ത്രികൾ. ദീക്ഷിതൻ, ദീക്ഷിതർ. മാരാൻ, മാരാർ. പണിക്കൻ, പണിക്കർ. തങ്ങന്മാര്, തങ്ങൾ. മരയ്ക്കാൻ, മരയ്ക്കാർ. ചാക്യാൻ, ചാക്യാർ. ജ്യോത്സ്യൻ, ജ്യോത്സ്യർ. വസുദേവൻ, വസുദേവർ. അതുപോലെ അപ്പോൾ ഇവിടെ വാസുദേവനല്ലേ, വസുദേവറാണ്. എന്താണ്? വസുദേവർ. വസുദേവർ. ഉദ്ധവർ. ഉദ്ധവർ എന്ന് പറയുന്നത് പുരാണത്തിലിപ്പം ശ്രീകൃഷ്ണൻ്റെ അടുത്ത ബന്ധുവും കൂട്ടുകാരനും ഒക്കെ ആയിരുന്ന ആളാണ് ഉദ്ധവർ. ഉദ്ധവർ. കാരണവർ, ഭട്ടർ, നിങ്ങൾ, താങ്കൾ, അവർകൾ. ഇങ്ങനെ അത് അർത്ഥം കൊണ്ട് ഏകവചനവും രൂപം കൊണ്ട് ബഹുവചന രൂപവും. രൂപം കൊണ്ട് മാത്രം. എന്തിനാണ് ഭാഷയിൽ നമ്മളിങ്ങനെ ഏകവചനത്തിൻ്റെ ഒപ്പം ബഹുവചന പ്രത്യയങ്ങളായ അർ, കൾ, മാർ ഒക്കെ ചേർത്തുകൊണ്ട് എന്തിനാണ് നമ്മളിതിനെ ബഹുവചനമാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ബഹുമാനം കിട്ടാൻ വേണ്ടി. ബഹുമാന സൂചകം. മരയ്ക്കാൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ബഹുമാനമല്ല, മരയ്ക്കാർ. ഓക്കെ. ചട്ടമ്പി സ്വാമിയല്ല, ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ. അപ്പോൾ ഇവിടെയൊക്കെ കൾ ചേർക്കുന്നത് ബഹുമാനം കിട്ടാനാണ്. അങ്ങനെ ബഹുമാന സൂചകമായി ഭാഷയിൽ ഉപയോഗിക്കുന്ന വചനരൂപമാണ് പൂജക ബഹുവചനം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ പറയാം? വൈദ്യർ, സ്വാമികൾ, ഭാഗവതർ, പത്രാധിപർ, ശാസ്ത്രികൾ, ദീക്ഷിതർ, മാരാർ, പണിക്കർ, തങ്ങൾ, വസുദേവർ, കാരണവർ, ഭട്ടർ, നിങ്ങൾ, താങ്കൾ, അവർകൾ. ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനം. കാണുന്ന മാത്രയിൽ നമുക്ക് അയ്യോ ബഹുവചനം അല്ലേ എന്ന് തോന്നും. പക്ഷേ അർത്ഥം എടുത്തു നോക്കുമ്പോൾ ഇതെന്താണ്? ഏകവചനമാണ്, രൂപത്തിൽ ബഹുവചനവുമാണ്. നമുക്ക് ഇതിൽ വരുന്ന ചോദ്യങ്ങളൊന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഒന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി വരുന്ന പദമേത്? പുഴകൾ, ബന്ധുക്കൾ, അമ്മമാർ, അവർകൾ. അതായത് നമുക്കറിയാം അല്ലേ, പുറമേ ബഹുവചനമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏകവചനം. അവർകൾ. അവർകൾ എന്ന് പറയുന്നതൊരു ഏകവചന രൂപമാണ്. അതിൽ കൾ ചേർത്ത് അവൻ, അവൾ എന്ന് പറയുന്നതിൻ്റെ ബഹുമാന രൂപമാണ് അവർകൾ. അവർകൾ. ഓക്കെ. അപ്പോൾ ഇവിടെ പുഴകൾ സലിംഗം. കാരണം നമുക്കറിയാം അല്ലേ, പുഴകൾ സലിംഗം, നപുംസകമായതുകൊണ്ട് സലിംഗ ബഹുവചനം. ബന്ധുക്കൾ ഉള്ളിൽ ആണും പെണ്ണും ഗ്രൂപ്പുണ്ട്, അലിംഗ ബഹുവചനം. അമ്മമാർ സലിംഗ ബഹുവചനം. കാരണം അമ്മമാരും അച്ഛന്മാരും ഉണ്ടല്ലേ. അപ്പോൾ അമ്മമാരൊരു പെൺ ഗ്രൂപ്പിനെ കാണിക്കുന്നു, അച്ഛന്മാരും ഒരു ആൺ ഗ്രൂപ്പിനെ കാണിക്കും. അപ്പോൾ അച്ഛന്മാർ ചോദിച്ചാലും അമ്മമാർ ചോദിച്ചാലും സലിംഗ ബഹുവചനം തന്നെ. പക്ഷേ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? രക്ഷിതാക്കൾ ചോദിച്ചാൽ അലിംഗ ബഹുവചനം. പുഴകൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, സലിംഗ ബഹുവചനം അല്ലേ. നപുംസകമായതുകൊണ്ട് അതുകൂടി എഴുതി വയ്ക്കാം, നപുംസകം. അപ്പോൾ പുഴകൾ നപുംസകം ആയതിനാൽ സലിംഗം. ഓക്കെ. അതുകൊണ്ടാണ് നപുംസകലിംഗമായതുകൊണ്ട് സലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുത്താം. മലയാള ഭാഷയ്ക്കില്ലാത്ത വചനരൂപം നമ്മളിപ്പോൾ പഠിച്ചതാണ് ദ്വിവചനം. എവിടെയാണ് ദ്വിവചനമുള്ളതെന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണ് ദ്വിവചനമുള്ളത്? സംസ്കൃതത്തിൽ. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏത്? ശൂദ്രർ, വേലക്കാർ, മിടുക്കർ, ആചാര്യർ. നമുക്കറിയാം അല്ലേ, നമുക്ക് പൂജക ബഹുവചനം വരുന്നത് ആചാര്യർ ആണ്. ഏതാണ്?
ആചാര്യർ. പൂജക ബഹുവചനം. ആചാര്യൻ എന്ന ഏകവചനത്തിൻ്റെ ഒപ്പം അർ എന്ന ബഹുവചന പ്രത്യയം ചേർത്താണ് നമ്മൾ എന്തെടുത്തത്? പൂജക ബഹുവചനം. ശൂദ്രർ അലിംഗ ബഹുവചനം. വേലക്കാർ അലിംഗ ബഹുവചനം. മിടുക്കർ അലിംഗ ബഹുവചനം. ഓക്കെ. ആചാര്യർ ഒക്കെ എന്താണ്? പൂജക ബഹുവചനം തന്നെ. അലിംഗ ബഹുവചനം അല്ലാത്തത്. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അധ്യാപകർ, നിലങ്ങൾ, വെള്ളക്കാർ, മലയാളികൾ. അല്ലേ? നമുക്കിപ്പോൾ എത്ര ക്വസ്റ്റ്യനായി? 1, 2, 3, 4, 5, 6ാമത്തെ ചോദ്യത്തിലാണ്. അലിംഗ ബഹുവചനം അല്ലാത്തത്. അധ്യാപകർ ഒരു കോമൺ ഗ്രൂപ്പാണ്, അലിംഗം. അല്ലേ? വെള്ളക്കാർ ബ്രിട്ടീഷേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അലിംഗം. മലയാളികൾ ഒരു കോമൺ ഗ്രൂപ്പ്, അലിംഗം. നിലങ്ങൾ എന്ന് പറഞ്ഞാൽ വയലുകളാണ്, അല്ലേ? അപ്പം അത് നപുംസകമായതുകൊണ്ട് സലിംഗ ബഹുവചനം. നിലങ്ങൾ നപുംസക ലിംഗമാണ്, പക്ഷേ അത് ഏതിൽ വരും? നപുംസകം വന്നാൽ സലിംഗ ബഹുവചനത്തിൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം. മകൻ, മകന്മാർ, മക്കൾ, മകന്മാരുടെ, മകനെ. അലിംഗ ബഹുവചനമാണ് നമുക്ക് വേണ്ടതല്ലേ? അപ്പം നമുക്ക് എന്തെടുക്കാം? മക്കൾ. മകന്മാർ ഒരു ആൺ ഗ്രൂപ്പല്ലേ, അപ്പം സലിംഗ ബഹുവചനം വരും. മകന്മാരുടെ, അതുപോലെ ആൺ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നു, സലിംഗം വരും. മകനെ ഏകവചനം വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ് മകൻ എന്നതിൻ്റെ. അപ്പം അത് മക്കളാണ്, ഒരു കോമൺ ഗ്രൂപ്പ്. 7ാമത്തെ ചോദ്യം നോക്കാം. പൂജക ബഹുവചനം അല്ലാത്തത് ഏതെന്ന്. പൂജക ബഹുവചനം അല്ലാത്തത്. പൂജക ബഹുവചനം അല്ലാത്തത്. പണിക്കർ, തമ്പ്രാക്കൾ, ഗുരുക്കൾ, ഭൃത്യർ. നമുക്കറിയാമല്ലേ, ഭൃത്യരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജോലിക്കാരാണ്. പണിക്കർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ. പൂജക ബഹുവചനം അല്ലാത്തത് ഭൃത്യരാണ്. ബാക്കിയെല്ലാം പൂജകമായിട്ട് തന്നെ ഉപയോഗിക്കും. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. അതായത് നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു കുറച്ച് ടേംസ് ഇല്ലേ, ഇതൊക്കെ കൊണ്ടാണ് ഇതിനെ ഇന്ന വചനം എന്ന് പറയുന്നത്. അങ്ങനെ വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്നത്. വാദ്യാർ, വൈദ്യർ, സ്വാമികൾ, കുട്ടികൾ. നമുക്കറിയാം വാദ്യാർ പൂജക ബഹുവചനമാണ്, അല്ലേ? അപ്പോൾ ഒരാളെയാണ് നമ്മൾ വാദ്യാരെന്ന് വിളിക്കുന്നത്. വൈദ്യർ പൂജക ബഹുവചനം തന്നെ. സ്വാമികൾ പൂജക ബഹുവചനം. കുട്ടികൾ അലിംഗ ബഹുവചനം. അലിംഗം. കുട്ടികൾ ഒരു കോമൺ ഗ്രൂപ്പ് അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും ചേരുന്ന കോമൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന് നമുക്ക് എന്ത് പറയാം? അലിംഗ ബഹുവചനം പറയാം. ഓക്കെ. അടുത്ത നമുക്ക് 9ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. പെങ്ങൾ ഏത് വചനരൂപമാണ്? പെങ്ങൾ, പെങ്ങന്മാരല്ല, പെങ്ങൾ ഏത് വചനരൂപമാണ്? പൂജക ബഹുവചനം, ഏകവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം. അപ്പം പെങ്ങൾ യഥാർത്ഥത്തിൽ പെങ്ങൾ ഏകവചനമാണ് വരുന്നത്, പക്ഷെ നമ്മൾ പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. ആചാര്യർ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ആചാര്യർ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? സലിംഗ ബഹുവചനമാണോ, അലിംഗ ബഹുവചനമാണോ, പൂജക ബഹുവചനമാണോ, ഏകവചനമാണോ? നമുക്കറിയാമല്ലേ, ആചാര്യൻ എന്ന പദത്തിൽ നിന്നാണ് നമ്മൾ ആചാര്യർ എന്ന പദം ഉണ്ടാക്കിയത്. അപ്പോൾ അതെന്താണ്? പൂജക ബഹുവചനം. ആചാര്യ, ദ്രോണാചാര്യർ അല്ലേ? ദ്രോണർ, ശുക്രർ, ഭീഷ്മർ, ധൃതരാഷ്ട്രർ. അപ്പം ഇതിനെല്ലാം നമ്മൾ ചേർത്ത്, അതായത് ഏകവചനത്തിൻ്റെ ഒപ്പം ചേർത്ത് പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ഡയറക്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം. ദ്രോണാചാര്യർ ഏത് വചനരൂപമാണ്? ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. പൂജക ബഹുവചനം. രൂപം കൊണ്ട് ഏകവചനവും ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമായ പദങ്ങൾ. താഴെ പറയുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. കച്ചവടക്കാർ, കാമുകന്മാർ, മിടുക്കികൾ, ഭൃത്യന്മാർ. കച്ചവടക്കാരാണ് അല്ലേ, ഒരു കോമൺ ഗ്രൂപ്പ്. കച്ചവടക്കാരന്മാരും കച്ചവടക്കാരികളും ഒക്കെ അടങ്ങുന്ന കോമൺ ഗ്രൂപ്പിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ
നമ്മുടെ 13ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. പശുക്കൾ സലിംഗമാണ്, ഒരു പെൺ ഗ്രൂപ്പാണ്. കേമന്മാർ ഒരു ആൺ ഗ്രൂപ്പാണ്, സലിംഗ ബഹുവചനമാണ്. അടുത്ത് കുട്ടികൾ അലിംഗ ബഹുവചനം. അവർകൾ പൂജക ബഹുവചനം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക. പണിക്കാർ ഒരു കൂട്ടം പണിക്കാരന്മാർ, അല്ലെ പണിക്കാർ ആണും വരാം പെണ്ണും വരാം. സ്വാമികൾ പൂജകം, മരം ഏകവചനം, സ്ത്രീകൾ സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനത്തിന് 14, 15ാമത്തെ ചോദ്യം. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സമരക്കാർ, ദേവതമാർ, മിടുക്കർ, ജനങ്ങൾ. സലിംഗ ബഹുവചനമാണ് അല്ലേ? യെസ്. അപ്പം നമുക്കിവിടെ എന്തു പറയാം? ദേവതമാർ പറയാം. പെൺ ഗ്രൂപ്പല്ലേ ദേവതമാർ. സമരക്കാർ അലിംഗം, മിടുക്കർ അലിംഗം, ജനങ്ങൾ അലിംഗം. ഓക്കെ. അപ്പോൾ ബാക്കി 3 ഒരു കോമൺ ഗ്രൂപ്പാണ്. എന്നാൽ ഇത് മാത്രം എന്തായിട്ട് മാറി? നമുക്കിതിൻ്റെ ജെൻഡർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയത്. വചനം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കും അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളായിട്ട് വീണ്ടും ഒരു യൂട്യൂബ് ക്ലാസ്സിലൂടെ കണ്ടുമുട്ടാം. ഓക്കെ.